സ്വാഗതം. ഇരട്ടിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി കെയ്ക്കും വൈസ് പ്രസിഡന്റ് റെജി ഇലിപ്പുലിക്കാട്ടിലിനും സ്വീകരണം നൽകി. TCC സെക്രട്ടറി YC സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തയിലേക്ക്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇരട്ടിയ ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ വെച്ചാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത്. DCC സെക്രട്ടറി YC സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അധികാരികളായി 16 പേരും ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവരായി ഇവിടെ വന്നിരിക്കുകയാണ്. 15,000-ൽ പരം കുടിയേറ്റ കർഷകരുടെ ആവാസഭൂമിയായ ഇരട്ടയാർ പഞ്ചായത്തിൽ ഈ 15 പേരുടെ കരങ്ങളിലാണ് 5 വർഷത്തേക്ക് ഭരണം ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു കോഴിക്കുഞ്ഞു മുതൽ കോടികളുടെ പാലം വരെ പണിയാനുള്ള അധികാരം ജനങ്ങൾ ഇവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇവർ നിസ്സാരരല്ല. ഇവരുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കുന്ന 10,000-ൽ പരം കുടിയേറ്റ കർഷകരും സാധാരണക്കാരും കൂലിപ്പണിക്കാരും ഓട്ടോ തൊഴിലാളികളും സാധാരണക്കാരായ ആൾക്കാരും ഇവരുടെ കാൽച്ചുവടുകളും കണ്ണും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഓരോ ചലനവും ഞങ്ങൾ ശ്രദ്ധിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ നീക്കമോ കേന്ദ്ര ഗവൺമെൻറ് പോക്കോ അല്ല ഈ ഗ്രാമത്തിലെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നത്. നിങ്ങളുടെ നാവുകൾ, കരങ്ങൾ, ചലനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. നിങ്ങൾ ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവും ശക്തിയും നിങ്ങൾക്കുണ്ടാകണം. അതിനാവശ്യമായ എല്ലാ പിൻബലവും ഈ 15,000 ജനങ്ങളിൽ നിങ്ങൾക്കുണ്ട് എന്ന ആത്മധൈര്യത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോയാൽ നല്ല ഒരു ഭരണം കാഴ്ചവെക്കാൻ കഴിയും. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി മടത്തുമുറി, BJP പഞ്ചായത്ത് സെക്രട്ടറി CR മനോജ്, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സജി അയ്യനാംകുഴി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിജോ ഇലന്തൂർ, കിരൺ ജോർജ്, ഹരിതകർമ്മ സേന സെക്രട്ടറി രഞ്ജു ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി കെ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി ഇലിപ്പുലിക്കാട്ട് തുടങ്ങിയവർ മറുപടി പ്രസംഗം നടത്തി. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്